ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ട്രാൻസ്ഫർ ടി ടോക്സ് എന്ന ഈ മനോഹരമായ വേദിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ട്രാൻസ്ഫോം ആസ്പയർ ഇവോൾവ് എന്ന മനോഹരമായ ആശയത്തോടുകൂടി ആരംഭിച്ച ഈ ടി ടോക്സ് എന്ന പ്രോഗ്രാമിൽ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ വിവിധ തരത്തിലുള്ള നല്ല നല്ല അറിവുകളും ആശയങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചിന്തിപ്പിക്കുന്നതായ ഒരുപാട് അറിവുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സെഷനും ഓരോ ദിവസവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ സെഷൻ ഓഗസ്റ്റ് 20, ഇന്നത്തെ നമ്മുടെ സെഷൻ എന്നത് നമ്മൾ ഏറ്റവും നമുക്ക് പ്രാധാന്യം നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പലരും അവഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ ടി ടോക്സിലൂടെ നമുക്ക് ഏവർക്കും നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സപ്പോർട്ടിംഗ് ദ സപ്പോർട്ടേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് കെയർ ഗിവേഴ്സ് വെൽബീയിങ്. വളരെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും അതിന് അനുയോജ്യമായ നമ്മുടെ സ്പീക്കർ ലോയിസ് മാം ആണ്. ലോയിസ് മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് കോച്ചും ട്രെയിനറും കൗൺസിലറുമാണ്. അതോടൊപ്പം ഇത്തരം ആളുകളെ, അതായത് ഒരുപാട് സമൂഹത്തിൽ വിഭിന്ന തലങ്ങളിൽ, അതായത് വളരെ ഏറ്റവും നമുക്ക് സപ്പോർട്ട് നൽകേണ്ട ഒരുപാട് കാര്യങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ലോയിസ് മാം. അതുകൊണ്ട് തന്നെ അവരുടെ അറിവും ചിന്തയും എല്ലാം നമുക്ക് ഇന്ന് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ മനോഹരമാക്കാൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഏവരെയും, ഇന്നത്തെ നമ്മുടെ പാർട്ടിസിപ്പൻസിനെയും വേദിയിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ സ്പീക്കർ ലോയിസ് മാമിനെയും വളരെ സ്നേഹത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ഇന്നത്തെ ഈ സെഷനിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മാം, വെൽക്കം മാം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സീന മാം. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? യെസ് മാം, സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നതിന് സീന മാമിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇന്ന് ഈ സെഷന് വേണ്ടി ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഒപ്പം ഞാനും എൻ്റെ വ്യക്തിപരമായ സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും പറയുകയാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ചിന്തകളും ഒക്കെയാണ് ഇന്ന് ഈ സെഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇമോജി ആയിട്ടോ ടെക്സ്റ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ കഴിയും. റെസ്പോൺസ് ഒരുപാട് ആവശ്യമുള്ളൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പം എന്താണ് കെയർ ഗിവിങ് അല്ലെങ്കിൽ കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എന്താണ് കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ? ആരാണ് കെയർ ഗിവർ? പറയാമോ ആർക്കെങ്കിലും? പ്രായമായവരോ കുട്ടികളോ അല്ലെങ്കിൽ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട ആളുകളോ നമ്മളെ കുടുംബാംഗങ്ങളോ ഒക്കെ ആയവരെ ശുശ്രൂഷിക്കുന്ന ആ ഒരു വ്യക്തിയെ ആയിരിക്കാം കെയർ ഗിവർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ പേരെന്താണെന്ന് എനിക്ക് കണ്ടില്ല. മാമിന്റെ സൗണ്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ അഭിപ്രായത്തിന് നന്ദി. മാം പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മള് സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ കെയറിങ് ആവശ്യമുള്ളവർക്കോ കെയറിങ് കൊടുക്കുന്ന വ്യക്തി, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ കെയർ ഗീവർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ നീഡ് ഉള്ള ആളുകളായിരിക്കാം, ഡിസേബിലിറ്റി ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവര്, രോഗാവസ്ഥയിലുള്ളവര്, ഇങ്ങനെയുള്ളവരൊക്കെ കെയറിങ് കൊടുക്കുന്നവരെയാണ് നമ്മൾ കെയർ ഗീവർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് അത്.
ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഞാൻ ചൂസ് ചെയ്തത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു ടോപ്പിക്കായിട്ട് അടുത്ത് നിന്നുകൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ കാണാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം അതിനു വേണ്ടി ഒരു ചോദ്യം എല്ലാവരോടും ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കെയർ ഗിവർ അല്ലെങ്കിൽ കെയർ ഗിവിങ് ചെയ്യുന്ന ആളുകളെ, ആ ഗ്രൂപ്പിനെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സെഷനോ ഒരു അവയർനെസ് പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഇതിന് മുന്നേ എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എപ്പോഴായിരുന്നു? എത്ര വട്ടം നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ ആർക്കെങ്കിലും? മുന്നേ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഗുഡ് ഈവനിങ് ഡിയർ മാം. ഞാന് ഗുഡ് ഈവനിങ്. ഇതുപോലെ ഡിമെൻഷ്യയുടെ PG ഡിപ്ലോമ ലൈഫ് സ്കിൽ എന്നും പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലാസ് കോഴ്സ് ചെയ്തോണ്ടിരുന്നപ്പം അതിന്റെ നമുക്കൊരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഡിമെൻഷ്യയുടെ കെയർ ഗവേഴ്സിനെ പറ്റി അന്ന് അത് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്നേരം അതിനകത്ത് നമ്മൾ അന്നേരം അവരനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. അന്നേരം ഒരു രോഗി അനുഭവിക്കുന്നതിനെക്കാട്ടി അപ്പുറം ആ കെയർ ഗിവേഴ്സ് അവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്ന് ആ പ്രോജക്റ്റ് ചെയ്തത്. അന്നേരം എനിക്കത് മാമിന്റെ ക്ലാസ് കണ്ടപ്പോൾ ഇതിനകത്ത് കുറെ കണക്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? മാം, ഞാൻ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ കുട്ടികളെ നോക്കുന്ന പാരന്റ്സിന്റെ സ്ട്രഗിൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസും സപ്പോർട്ടിങ് ഗ്രൂപ്പുകളൊക്കെ അംഗമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ വെൽബീങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവരെ മാനേജ് ചെയ്യുന്നതൊക്കെ. അപ്പൊ എന്റെ എക്സ്പീരിയൻസ്. ഓക്കെ മാം, താങ്ക് യു. അപ്പോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായത്തിന് ഒരുപാട് നന്ദി. പക്ഷെ കോമൺ ആയിട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം കൂടുതലായിട്ടുള്ളത്, അല്ലെ? ഒരു പൊതുസമൂഹത്തിന് എത്രത്തോളം അതിനെ പറ്റിയൊരു അവയർനെസ് ഉണ്ടെന്ന് ചോദിച്ചാൽ മാം, ഞാൻ ആ ഫീൽഡുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, അപ്പൊ അങ്ങനെ ഒരു കെയർ ഗിവർ ആവുന്ന സമയത്ത് സ്വന്തം ആരോഗ്യം അല്ലെങ്കിൽ സന്തോഷം ഇതൊക്കെ മറക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ പോലും നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ, ചിലപ്പോൾ നേരത്തിന് ഫുഡ് കഴിക്കാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥ വരാം. പിന്നെ അതുപോലെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാം. പിന്നെ മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാ സാഹചര്യവും ഒത്തുപോകുന്ന സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൂടെ നമുക്ക് തരണം ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാവില്ല. അതെ, താങ്ക് യു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ചെയ്യുന്ന സേവനം എത്രത്തോളം അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നൊക്കെ നമ്മൾ പൊതുസമൂഹത്തിന് അവബോധം കിട്ടി. പക്ഷെ പലപ്പോഴും ഈ കെയർ ഗീവേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറിക്ക് പലപ്പോഴും ഈ ഒരു റെക്കഗ്നേഷനോ അപ്രിസിയേഷനോ കിട്ടാറില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും റീസെന്റ് ആയിട്ടാണ് പല വിഷയങ്ങളിൽ ഇങ്ങനെ അവയർനെസ് ക്ലാസ്സുകളും സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കെയർ ഗിവേഴ്സിന് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഈ റീസെന്റ് ആയിട്ടാണ് അതിനെപ്പറ്റി ഒരു അവയർനെസ്സും ഒരു ലേഖനം പോലും ഞാൻ വായിക്കാനായിട്ട് ഇടയായത്. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയത്, അല്ലെ? എല്ലാവർക്കും അറിയാം ഈ ടോപ്പിക്കിനെ പറ്റി. നമുക്ക് നമ്മുടെ സ്വന്തം ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടോപ്പിക് ആയത്. എന്നിട്ട് പോലും പലപ്പോഴും ഒരു പൊതു മധ്യത്തിലേക്ക് പലപ്പോഴും ഈ ഒരു ടോപ്പിക്ക് വരുന്നതായിട്ട് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്നത്തെ ടീ ടോക്കിൽ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തത്. അപ്പം എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. കണ്ടിന്യൂ ഈ ഒരു സെഷനും ഇത് തന്നെ ഉണ്ടായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് കെയർ ഗിവർ എന്ന് അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, വളരെ ഒരു ഒത്തന്റിക് ആയ ഒരു സ്പെസിഫിക്കേഷനോട് കൂടിയ ഒരു ഡെഫിനിഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് WHO പറയുന്ന ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, വിസിബിൾ ആണെന്ന് പറയണേ. ഓക്കെ, വിസിബിൾ ആണോ? ഓക്കെ. അപ്പം ഇതിനകത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ
നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലെ തന്നെ ഫിസിക്കലോ അല്ലെങ്കിൽ കൊഗ്നിറ്റീവോ ലിമിറ്റേഷൻ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്ന സ്പെഷ്യൽ അറ്റൻഷനെയും കെയറിങ്ങിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് കെയർ ഗീവേഴ്സ് എന്ന് ആ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ പൊതുവിൽ കെയർ ഗീവേഴ്സ് എന്ന് പറയാറുള്ളത്. ഇനി അതിന്റെ താഴെ നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് കെയർ ഗിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജനറൽ കാറ്റഗറിയിൽ പറയുമ്പോൾ ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടും ഈ രണ്ട് സെറ്റപ്പുകൾ നിന്നുകൊണ്ട് കെയർ ഗീവിങ് കൊടുക്കുന്നവരാണുള്ളത്. അതായത് ഫോർമൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ, ഓൾഡ് ഏജ് ഹോം, അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കൊടുക്കുന്ന കെയർ ഗീവിങ് എന്ന് പറയുന്നത് അത് ഫോർമൽ സെറ്റപ്പിൽ കൊടുക്കുന്നതാണ്. അതല്ലാതെ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ വയസ്സായിട്ടുള്ള മുത്തശ്ശനെയോ മുത്തശ്ശിയെയോ പേരൻസിനെയോ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നിമിത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥ നിമിത്തോ പാരലൈസ്ഡ് ആയവര്, സ്പെഷ്യൽ കെയർ ആവശ്യമുള്ളവര്, ഇവരെയൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നതിന് നമ്മൾ ഇൻഫോർമൽ സെറ്റപ്പിലാണ് കൊണ്ടുവരുന്നത്. അപ്പം വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഫോർമൽ സെറ്റപ്പില് ആയിട്ടുള്ള കെയർ ഗീവേഴ്സ് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെയ്ഡ് വർക്കേഴ്സ് ആയിരിക്കും. പക്ഷെ ഇൻഫോർമൽ സെറ്റപ്പിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തം, അതിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് അത് അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതാണ് നമ്മൾ കെയർ ഗീവേഴ്സിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷനും അതിന്റെ ഒരു കാറ്റഗറൈസേഷനും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഇനി ഇവര് നേരിടുന്ന, അതായത് കെയർ ഗിവേഴ്സ് നേരിടുന്ന ചാലഞ്ചസിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഇപ്പോ നമ്മള് ആരാണ് കെയർ ഗിവേഴ്സ് എന്ന് മനസ്സിലാക്കിയല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ മീറ്റിംഗിൽ ഏതെങ്കിലും കെയർ ഗിവേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഫേസിൽ കെയർ ഗിവിംഗിനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോർമൽ ആയിട്ടാണോ ഇൻഫോർമൽ ആയിട്ടാണോ അത് ചെയ്യുന്നതെന്ന് പറയാവോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും കെയർ ഗിവേഴ്സ് ഉണ്ടോ? നിങ്ങളുടെ വീടുകളിലുണ്ടോ? അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആ ഒരു റോള് ചെയ്തിട്ടുണ്ടോ? മാം, ഞാൻ ഇതിന്റെ പാർട്ടായിരുന്നു. എന്റെ ഗ്രാൻഡ് മദറിനെ ടേക്ക് കെയർ ചെയ്യുന്ന ടൈമിൽ എന്റെ പാരന്റ്സിന്റെ കൂടെ പാർട്ടായിട്ടുള്ള ഒരാളാണ്. ഓക്കെ മാം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും? മാം പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കാം പറ. ഒരു ഡിസബിലിറ്റി കുട്ടിയുടെ പേരന്റ് ആണ്. അപ്പം Okay. ഓൾറെഡി ആൾ അതിൻ്റെതായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളാണ്. ഓക്കെ, മാം ഒരു കെയർ ഗിവർ ആണ് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു മാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ലൂയിസ് മാം, പറഞ്ഞോളൂ സാർ. കെയർ ഗീവർ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ. അമ്മ വയ്യാണ്ട് കിടന്നപ്പോ ഒരു 6 മാസം അമ്മേനെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. അപ്പം നിങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകളാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി നിങ്ങൾ റിലേറ്റബിൾ ആയിരിക്കും ഈ സെഷൻ എന്ന് വിചാരിക്കുകയാണ്. അടുത്തതായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കെയർ ഗിവേഴ്സിന്റെ ചാലഞ്ചസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാലഞ്ചസ്. ഇതിൽ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ചാലഞ്ച് കണ്ടോ? ബേൺ ഔട്ട് എന്നാ പറയുന്നത്. അതായത് നമ്മൾ പരിചരിക്കുന്ന ആളുകള് വല്ലാതെ തളർന്നു പോയേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അതായത് ഇൻഫോർമൽ സെറ്റപ്പിൽ വർക്ക് ഇൻഫോർമൽ സെറ്റപ്പിൽ കെയർ ഗിവിംഗ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഫോർമൽ സെറ്റപ്പിൽ പെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ സംഭവിക്കാവുന്ന കാര്യങ്ങളെ പറ്റിയായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ബേൺ ഔട്ട് ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വല്ലാതെ തളർന്നു പോയേക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഒരു മാം പറയുണ്ടായി, കെയർ ഗിവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ലാതെ തളരും, ഫിസിക്കലി ഇമോഷണലി മെന്റലി നമ്മൾ വല്ലാതെ തളർന്നു പോകും, ഉറക്കം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് വരും, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാൻ പറ്റില്ല, നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല, എല്ലാവരും വീടിന്റെ പുറത്ത് പോയി എൻജോയ് ചെയ്യുമ്പോൾ നമുക്കതിന് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കെയർ ഗിവിംഗിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഇത് ബേൺ ഔട്ട് ചെയ്യിപ്പിക്കും.
അപ്പോൾ എന്ത് തോന്നിയേക്കാം, ഒരു ഒറ്റപ്പെടലും സങ്കടവും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഇനി രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇന്റൻസ് ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ഓർ ഗ്രീഫ് എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് നമുക്ക് തന്നെ തോന്നുകയാണ്, എത്ര തന്നെ നന്നായി തന്നെ ഞാൻ നോക്കുന്നുണ്ടെങ്കിലും ഇത് പോരാ, ഇത്രയും ചെയ്താൽ പോരാ, കുറച്ചും കൂടി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അത്ര ഭംഗിയായിട്ടൊന്നും അല്ല നോക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്ന അത്ര നന്നാവുന്നില്ല എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് ചിലപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് തോന്നുകയാണോ, എന്നെ കൊണ്ട് ഇനി വയ്യ, എനിക്ക് മടുത്തു, ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊരു ചിന്ത നമുക്ക് ഉണ്ടായേക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ വയസ്സായ സ്വന്തം അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുട്ടിയെയാണ് നമ്മൾ പരിചരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നെങ്കിൽ അത് ചിലപ്പോൾ നമുക്കൊരു കുറ്റബോധം ഉണ്ടാക്കിയേക്കാം. കാരണം എൻ്റെ അച്ഛനമ്മയെയും അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ, എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, ഞാൻ മടുത്തു, എനിക്കിനി വയ്യ, എനിക്കിനി പറ്റില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ എന്ന് ഉള്ളൊരു ആ കുറ്റബോധം ഈ കെയർ ഗീവേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അറിയാം, വയസ്സായവരെയൊക്കെ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ളവരെ കെയർ ചെയ്യുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ചില സമയത്ത് നമ്മൾ വല്ലാതെ ക്ഷീണിക്കുമ്പോൾ നമ്മൾ ബേൺ ഔട്ട് ആയി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയേക്കാം, പിന്നീട് അത് ഓർത്തിട്ട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഗിൽറ്റി ഫീലിങ്ങും നമുക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഈ ഫീൽഡിലുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ രോഗം മൂലമാണ് വയ്യാതെയാകുന്നെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നമ്മൾക്ക് പരിചരിക്കേണ്ടി വരുമ്പം ആ അവസ്ഥയിൽ അവരെ കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ചുറുചുറുക്കോടെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഈ അവസ്ഥയിലേക്ക് എത്തി എന്ന് കാണുന്നത് നമ്മളെ വളരെയധികം മാനസികമായിട്ട് തകർത്ത് കളയും. അതുപോലെ തന്നെ ഒരു കാലത്ത് നമ്മുടെ താങ്ങും തണലായിരുന്ന പേരൻസ്, എല്ലാ സപ്പോർട്ടിനും നമ്മൾ ഓടി ചെന്നിരുന്ന ആളുകൾ ഇപ്പോൾ വയസ്സായി ഫിസിക്കലി മെന്റലി ഇമോഷണലി അവർ തളർന്നു പോകുന്നത് കാണുമ്പോൾ അവരെ കെയർ ചെയ്യുന്ന രീതിയിൽ നമുക്കത് ഒരു വല്ലാത്തൊരു ഗ്രീഫ് ഫീലിംഗിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ഫീൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആളുകൾ അത് കാണുന്നില്ല, പരിഗണിക്കുന്നില്ല, അപ്രിസിയേഷൻ കിട്ടുന്നില്ല, ഞാൻ ഇടുന്ന എഫേർട്ട് വെറുതെയാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നതാണ് മൂന്നാമത്തെ ചലഞ്ച്. അതായത് ചിലപ്പോ നമ്മൾ പരിചരിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞേക്കാം, എന്നെ നോക്കുന്നേ ഇല്ല, എനിക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. അപ്പോ അത് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. അപ്പോ അത് മാത്രമല്ല, ചിലപ്പോ മറ്റുള്ളവരും ചിലപ്പോ നമ്മൾ ഇടുന്ന എഫേർട്ടിനെ വില കുറച്ച് കണ്ടേക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതല്ലേ, നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ, നിങ്ങളുടെ കർത്തവ്യമല്ലേ എന്ന് പറഞ്ഞേക്കാം. ഈ ഒരു മൂന്നാമത്തെ ചലഞ്ച് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് വിമണാണ്. കാരണം വീട്ടിൽ അതിപ്പം സ്വന്തം അച്ഛനമ്മയാണെങ്കിലും വിവാഹം കഴിച്ച് അവിടുത്തെ അച്ഛനമ്മയാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരാണെങ്കിലും ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം അത് പ്രൈമറി ആയിട്ട് പോകുന്നത് വിമണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ ചലഞ്ച് മറ്റ് ജെൻഡറുകളെ അപേക്ഷിച്ച് വിമണാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പ്രധാനമായിട്ടും മറ്റ് ചാലഞ്ചസ് ഉണ്ട്, എക്കണോമിക്കലി ഒക്കെ ചാലഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ ഈ പ്രധാനപ്പെട്ട 3 ചാലഞ്ചസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഈ മൂന്ന് ചാലഞ്ചസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഓക്കെ, അപ്പം ഈ 3 ചാലഞ്ചസും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇപ്പൊ ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷൻ സമയത്ത് ഒരു മാം പറഞ്ഞതുപോലെ തന്നെ ഈ 3 ചാലഞ്ചസും ഈ കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ റിലേറ്റബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ സർക്കിളിലും നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇനി ഇത്രയും ചാലഞ്ചസ് നമുക്കുണ്ടല്ലോ, എങ്ങനെ നമുക്ക് സന്തോഷം നിലനിർത്താം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാം, അതാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. എല്ലാവരും ഓക്കെ അല്ലേ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ എങ്ങനെ ഓവർകം ചെയ്യാം? ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പോയിന്റ് കണ്ടോ, ബി മോഡസ്റ്റ്. അതെന്ത് ഈ മോഡസ്റ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ടോപ്പിക്കായിട്ട് ഇതെന്താ കണക്ഷൻ? ഇപ്പൊ മോഡസ്റ്റിന്റെ മലയാളം വാക്ക് നോക്കുവാണെങ്കിൽ എളിമ എന്നുള്ള പദം നമുക്ക് കിട്ടുക. അപ്പൊ എന്താണ് മോഡസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല്,
നമ്മൾ കെയർ ഗിവിങ് ചെയ്യുന്ന സമയത്ത്, അല്ലെ നമ്മൾ കെയർ ഗിവർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ലിമിറ്റേഷൻ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി നോ പറയേണ്ട സമയത്ത് നോ പറയുക. അത് കറേജിയസ് ആണ്, അതേ സമയത്ത് കൂടി അത് മോഡസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കെയർ ഗിവേഴ്സിനും 24 മണിക്കൂർ സമയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതും മനസ്സിലാക്കുക, ലിമിറ്റേഷൻ മനസ്സിലാക്കുക എന്നുള്ളതും മോഡസ്റ്റിന്റെ പോയിന്റിലാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ നീഡ് ആവശ്യമുള്ള വ്യക്തിയെ കെയർ ചെയ്യുക എന്നുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി നമുക്കായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് ബസ്റ്റ് ഔട്ട് ആവുകയാണ്, ബേൺ ഔട്ട് ആവുകയാണ്, ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊരു ബ്രേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ മറ്റൊരാളുടെ സഹായം ചോദിക്കുന്നതിന് മടി വിചാരിക്കേണ്ടതില്ല. അതൊരു കുറച്ചിലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ചെയ്യേണ്ട കടമയല്ലേ, ഞാൻ ഫെയിലർ ആണോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. സഹായം ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമുള്ളപ്പോൾ അത് ചോദിച്ചു വാങ്ങുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ബി മോഡസ്റ്റ് എന്നുള്ള പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ബി ഡിസേണിങ്. ബി ഡിസേണിങ് എന്ന് വെച്ചാല് എപ്പോഴും ആളുകൾ ഒരു അസുഖം വരുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള ഇഷ്യൂ ആണെങ്കിൽ, പലപ്പോഴും സംഭവിക്കുന്നത് ആ വ്യക്തി വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ, യാതൊരു ദയയും ഇല്ല നമ്മളെടുത്ത്. നമ്മൾ അവരെ കെയർ ചെയ്യുന്നവരാണ്, 24/7 നമ്മൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും യാതൊരു ദയയും ഇല്ലാതെ നമ്മളോട് പെരുമാറുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. പ്രത്യേകിച്ചും ആ വ്യക്തി മുന്നേ വളരെ ഹമ്പിൾ ആയിട്ടുള്ള, വളരെ കൈൻഡ് ആയിട്ടുള്ള, വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് പെരുമാറിയ ഒരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ചും അത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഡിസേണിങ് ഉള്ള പോയിന്റാണ്. അതായത് ആ വ്യക്തിയുടെ രോഗാവസ്ഥയെ പറ്റി മനസ്സിലാക്കുക. എന്ത് രോഗമാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതൊരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് കുറച്ചൊരു ബേസിക് ആയിട്ട്, ഡീപ്പായിട്ടല്ലെങ്കിലും ബേസിക് ആയിട്ടെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുന്നത്, മനസ്സിലാക്കുന്നത്, കുറച്ചും കൂടി കാര്യങ്ങൾ ആ രീതിക്ക് മനസ്സിലാക്കാനും അങ്ങനെ നമ്മൾ മടുത്തു പോകാതെ വളരെ ഒന്നും മാനസികമായിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മുടെ കെയർ ഗിവിംഗ് എന്നുള്ള റോള് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് ആ വ്യക്തിക്ക് പേഴ്സണലി എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോരായ്മ ഉള്ളത് കൊണ്ടല്ല, പകരം ഈ വ്യക്തിയുടെ രോഗാവസ്ഥ ഉള്ളത് കൊണ്ട് ഈ വ്യക്തി ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ A to Z കാര്യങ്ങൾ, മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ആ വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്തതായിട്ട് മേക്ക് ടൈം ഫോർ ഇന്നർ മോട്ടിവേഷൻ. ഇന്നർ മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ദൈവവിശ്വാസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്, വർക്കൗട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് തരുന്ന, കാമാക്കി വെക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. അതായത് നമുക്ക് ഈ റോള്, റെസ്പോൺസിബിലിറ്റി കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മളെ മോട്ടിവേറ്റ് ആക്കുന്ന കാര്യം എന്താണ്, സ്വയം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ട് വ്യത്യസ്തരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾക്ക് കംഫർട്ട് കൊടുക്കുന്ന, മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് സ്വയം നമ്മൾ കണ്ടുപിടിക്കുക, എനിക്ക് എന്ത് ചെയ്താലാണ് കുറച്ചും കൂടി പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുക, കുറച്ചും കൂടി ഡിസ്കറേജ് ഒക്കെ ആയാൽ പോലും എന്നെ ഏതാണ് കുറച്ചുകൂടി ഒന്ന് ഹാപ്പി ആക്കി പോസിറ്റീവായിട്ട് ഉത്സാഹത്തോടെ വെക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ചില ആളുകളൊക്കെ നമുക്കറിയാം, പ്രാർത്ഥിക്കും അല്ലെ, നന്നായി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും, അതും അല്ലെങ്കിൽ ജേണൽ എഴുതും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ട് കാര്യങ്ങളെ കാണാനും കാമായിരിക്കാനും സഹായിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മേക്ക് ടൈം ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ, അതില് ആരോഗ്യം എന്ന് പറയുമ്പോൾ മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യവും ഉൾപ്പെടുന്നുണ്ട്. എന്ന് പറയുമ്പം നല്ല ഭക്ഷണം കഴിക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. പലപ്പോഴും നമ്മള്
കെയർ ഗിവേഴ്സ് ആകുമ്പം സംഭവിക്കുന്നത് നമുക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നത് തന്നെ വളരെ കുറവായിരിക്കും. സമയം തെറ്റി കഴിക്കുന്നതുകൊണ്ടൊക്കെ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ നമുക്ക് മാൽന്യൂട്രീഷനും വരാനുള്ള കാര്യങ്ങൾ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശാരീരിക ആരോഗ്യം നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. നന്നായി വെള്ളം കുടിക്കുക, അതുപോലെ വ്യായാമം ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇനി മെന്റൽ ഹെൽത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യായാമം ചെയ്യുന്നതും നന്നായി ഉറങ്ങുന്നതും നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി പറയുമെങ്കിലും ഇത് രണ്ടും മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും കെയർ ഗിവേഴ്സിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഉറങ്ങുക എന്നുള്ള കാര്യം. ഇപ്പൊ ഉറങ്ങിയാൽ തന്നെ നന്നായി ഉറങ്ങാൻ പറ്റില്ല. കാര്യം രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ എന്തായിരിക്കും, ഒരു പാതി ഉറക്കേ പറ്റുള്ളൂ. എപ്പൊ വേണമെങ്കിലും ഈ നീഡ് ആവശ്യമുള്ള വ്യക്തി നമ്മളെ വിളിച്ചേക്കാം, എഴുന്നേൽപ്പിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം. ഒരു അലേർട്ടോട് കൂടിയാണ് നമ്മൾ ഉറങ്ങുക. അപ്പൊ അതുകൊണ്ട് ഉറക്കം അത്ര നന്നാവില്ല. പക്ഷെ കഴിയുമെങ്കിൽ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം പഠനങ്ങൾ പറയുന്നത് നമ്മൾ രാത്രി വേണ്ട സമയം നമുക്ക് ആവശ്യമുള്ളത്രോളം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ടോക്സിൻസ് പുറത്തു കളയാനായിട്ട് ഉറക്കത്തിന് സാധിക്കും. അതുപോലെ നമ്മൾ എത്ര സ്ട്രെസ്ഡ് ആണെങ്കിലും സ്ട്രെസ്സിന് കുറച്ച് ഒരളവ് വരെ ഒരു കുറവ് കൊണ്ടുവരാനായിട്ട് ഉറക്കത്തിന് സഹായിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉറങ്ങുന്നത് നല്ലതാണ്. അതുപോലെ പറ്റുമെങ്കിൽ മൂവ്മെന്റ്, ഇപ്പം വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാഹചര്യം ഇല്ല, ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്, അല്ല നിങ്ങൾക്ക് തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ സമയത്ത് പോലും കഴിയുമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുന്നത്, ഒന്ന് നടക്കുന്നതൊക്കെ നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മെയിൻറ്റെയിൻ എ സെൻസ് ഓഫ് ഹ്യൂമർ. ഈ ഹ്യൂമറും ഈ കെയർ ഗിവിങ്ങും തമ്മിൽ എന്താ കണക്ഷൻ? ചിരിക്കുന്നത് നല്ലതാണോ? എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഒരു പോയിന്റിനെ പറ്റി? നല്ലതാണ്. ഹാപ്പി ഹോർമോൺസ് നല്ലതാണ്. സ്ട്രെസ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെ, ചിരിക്കുന്നത് നമ്മളെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വെക്കാനായിട്ട്. ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ആവും. അതെ അതെ, ചിരിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നല്ലതാണ്. ഇനി ചില സമയത്ത് നമ്മൾ ഒരാളെ കെയർ ചെയ്യുമ്പം ചിലരെങ്കിലും നമ്മളോട് വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തമാശകൾ പറയുമോ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തേക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരാൾ പറഞ്ഞ കാര്യം പേഴ്സണൽ ആയിട്ട് ഫീൽ ആവുകയൊക്കെ ചെയ്തേക്കാം. അപ്പൊ ഈ സമയത്ത് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു ഹാബിറ്റ് ഇല്ലായിരിക്കും, നമ്മൾ അത്ര ഹ്യൂമർ സെൻസോട് കൂടി എല്ലാത്തെയും കാണുന്ന ഒരു വ്യക്തി ആവണമെന്നില്ല. എന്നാൽ പോലും ആ ഒരു കാര്യത്തിൽ നർമ്മം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു കൂളായിട്ട് കാണുന്നത് നമ്മളെ ആ ഒരു സാഹചര്യം ലൈറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ലെങ്കിൽ പോലും ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടല്ലോ, അപ്പം അവരെങ്ങനെയാണ് ഇതിനെ വളരെ പോസിറ്റീവായിട്ട് ഹ്യൂമറോട് കൂടി കാര്യങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾ എത്ര ബുദ്ധിമുട്ടുണ്ട് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ വന്ന് നമ്മളോട് തമാശയൊക്കെ ഇപ്പൊ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കുമല്ലോ, അങ്ങനെയുള്ള ആളുകളോട് കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ടോക്ക് ടു എ ട്രസ്റ്റഡ് ഫ്രണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ മോഡസ്റ്റ് ഡിസേണിങ്, നമ്മൾ മോട്ടിവേഷൻ കാര്യങ്ങൾ ചെയ്യുന്നു, ഹെൽത്ത് നോക്കുന്നു, നമുക്ക് ഹ്യൂമർ സെൻസ് ഉണ്ട്, എന്നാൽ പോലും പലപ്പോഴും നമുക്ക് ഒരു മടുപ്പ് തോന്നിയേക്കാം, നമ്മൾ ടയേർഡ് ആയേക്കാം. അപ്പൊ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഫ്രണ്ടിനോട് നമ്മുടെ ഫീലിങ്സ് എന്താണ് നമുക്ക് തോന്നുന്നത്, നമ്മൾ എത്രത്തോളം അടുത്തു അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് നമുക്കുണ്ട് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഇവിടെ ടോക്ക് ടു ഫ്രണ്ട് എന്നല്ല കൊടുത്തിട്ടുള്ളത്, ടോക്ക് ടു ട്രസ്റ്റഡ് ഫ്രണ്ട് എന്നാണ്. അതായത് നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് ഓവർ റിയാക്ട് ചെയ്യാത്ത, അതുപോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അതേ സെൻസിന് മനസ്സിലാക്കുന്ന എംപതറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഇമോഷണലി മെന്റലി ഫിസിക്കലി വീക്കായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം ആ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ആ ഹെൽപ്പ് തരാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് അത്രത്തോളം അത് നമുക്ക് തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ നമ്മൾ ആരോട് സംസാരിക്കുന്നു, ആരോട് സഹായം ചോദിക്കുന്നു, ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള എംപതറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന, നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ പോയി പറയാണ്, എനിക്ക് മടുത്തു, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് പറയുക, അത് നീ ചെയ്യേണ്ട കടമയില്ല, നീ ചെയ്യാതിരുന്ന എങ്ങനെയാ, അല്ലെങ്കിൽ നിനക്ക് പണ്ടോട്ടെ മടിയാ, അല്ലെങ്കിൽ പണ്ടോട്ടേ നീ ഇങ്ങനെയാ, ഒരു കാര്യം ചെയ്യില്ല എന്ന് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ നമ്മുടെ ഹെവിനെസ് കൂടുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന, ജഡ്ജ് ചെയ്യാത്ത, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് തുറന്ന് സംസാരിക്കുക.
ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാല് വളരെ രോഗം അവസ്ഥ കിടക്കുന്ന ഒരാളെ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ ഒപ്റ്റിമിസ്റ്റിക് ആവും എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സാഹചര്യത്തിന് മാറ്റം വന്നേക്കാം എന്ന് ചിന്തിക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിലും മെച്ചമായിട്ട് ഇന്ന് ചെയ്ത മെച്ചമായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് എനിക്ക് കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് ഇവിടെ ബി ഒപ്റ്റിമിസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഫാമിലി മെമ്പറോ ഫ്രണ്ടോ ആരും ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് ഇപ്പം ഒരു കെയർ ആവശ്യമാണ്. അത് ആക്സിഡന്റ് മൂലമുള്ള ഒരു ബെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യമില്ലാത്ത രോഗാവസ്ഥയിലാണ് വിചാരിക്കുക. അപ്പം ആ വ്യക്തിയോട് സംസാരിക്കാൻ പറ്റും. നാളെ ഈ രോഗം മാറിയിട്ട് അല്ലെങ്കിൽ നീ ഒന്ന് ബെറ്റർ ആയിട്ട് നമുക്ക് അവിടെ ടൂർ പോവാം, അല്ലെങ്കിൽ അവിടെ പോവാം, നമുക്കത് ചെയ്യാം. ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് ആ വ്യക്തിയിലും ഒരു ശുഭാപ്തി വിശ്വാസം കൊടുക്കും. അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന ഈ റോള് ഭംഗിയായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെയും സഹായിക്കും. അപ്പൊ ഇതാണ് ബി ഒപ്റ്റിമിസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമോ? ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ? ക്ലിയർ ആണ് മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഇപ്പൊ നമ്മള് കെയർ ഗിവേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കെയർ ഗീവർ അല്ല, അങ്ങനെയാണെങ്കിൽ കെയർ ഗീവർ ആയ അല്ലെങ്കിൽ കെയർ ഗീവറെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അതിനെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് കണ്ടോ, ഹെൽപ്പ് കെയർ ഗിവേഴ്സ് ടു ഗെറ്റ് സം ടൈം ഫോർ ദംസെൽഫ്. അവിടെ കുറച്ചൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഉദ്ദേശിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ അവരെ നമ്മൾ സഹായിക്കുക. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പ്രായമായിട്ടുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു പാരന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം ചിലപ്പം ഒരു 3 മക്കളുള്ള ഒരു ഫാമിലിയിലെ ആളാണ് അദ്ദേഹമെങ്കിൽ ചിലപ്പം അയാളുടെ ഒരു മകനോ മകളോ ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയെ ടേക്ക് കെയർ ചെയ്യുന്നത്, ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കെയർ ഗീവറെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പരിചരിക്കുന്നത് ആരോ അവരെ സഹായിക്കാൻ പറ്റും. സഹായിക്കുന്ന പറഞ്ഞാല് ഈ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ഫാമിലി തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള ആളായിരിക്കാം. ഒരു ദിവസം ഇന്ന് ഞാൻ വരാം, ഇന്ന് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കെയർ ഗിവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തിയുടെ ആവശ്യങ്ങള് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും അല്ലെ? ഇനി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക. അപ്പോ ഈ കെയർ ഗിവർക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണം വെക്കണ്ട. അപ്പൊ അത്രയും ഒരു എഫേർട്ട് കുറഞ്ഞു. ഇനി അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒന്ന് ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ വ്യക്തിക്ക് പുറത്തു പോകാമല്ലോ. അതുപോലെ ആ വ്യക്തിയുടെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് നടക്കാൻ പോകണം ആഗ്രഹമുണ്ട്, പക്ഷെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് ഈ പരിചരിക്കുന്നവരെ സഹായിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ നമ്മുടെ അടുത്തൊരു കെയർ ആവശ്യമുള്ള ആളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ആ വ്യക്തിയോട് കൂടി സംസാരിക്കാം. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ കെയർ ഗീവർക്ക് അയാളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ വയ്യാത്ത വ്യക്തിയുടെ കൂടെ ഇരുന്ന് സിനിമ കാണാം. 2 മണിക്കൂർ സുന്ദരമായിട്ട് മറ്റേ വ്യക്തിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ഇടയ്ക്കൊന്ന് ഫോൺ വിളിക്കുന്നത്, സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നന്നായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു രാത്രി ഞാൻ വന്ന് സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്, കെയർ ഗിവർ എഴുതുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയാണ്, ഇന്ന് രാത്രി ഞാനാട്ടോ ഞാൻ നോക്കാൻ വരാട്ടോ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നമ്മൾ ആ വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ഈ കെയർ ഗിവർക്ക് അന്ന് സുഖമായിട്ട് ഉറങ്ങാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഈ കെയർ ഗിവറോട് കാണിക്കാൻ കഴിയുന്ന ഒരു പരിഗണനയാണ്, ഒരു സപ്പോർട്ടാണ്. ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽപ്പ് നീഡുള്ള സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പോഴാണ് അവർക്ക് ഹെൽപ്പ് നീഡുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ആവശ്യമുള്ളത്, എന്ത് തരം ഹെൽപ്പാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പം നമ്മൾക്ക് തോന്നി ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കാൻ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അതായത് നമുക്ക് അവരോട് പറയാം, നീ ഒന്ന് പുറത്ത് പോയിട്ട് വാ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, എനിക്ക് ഈ സെയിം സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കിത് ഹെൽപ്ഫുൾ ആയിരുന്നു, അപ്പൊ നീ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ, അല്ലെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വാ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് വാ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബുക്ക് ഞാൻ വായിക്കാൻ തരാം, സമയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്. അല്ലെങ്കിൽ അവരോട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അതായത് ചിലപ്പം ഈ കെയർ ഗീവർ വളരെ ഞാൻ ചെയ്യുന്ന അത്ര പോരാ എന്നുള്ളൊരു ഗിൽറ്റി ഫീലും കൂടെ കടന്നു പോവുകയാണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അറിയോ, എനിക്ക് തന്നെ അതിശയം തോന്നുവാണ്, നീ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുവാണ് എന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നതും ഇവരെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ആ റോള് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഒരു കെയർ ഗീവറെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയുണ്ട്, ആദ്യം പറഞ്ഞ പോലെ ആദ്യം നമ്മൾ പറഞ്ഞതിലും എക്കണോമിക്കലായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഇവിടെയും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ സെഷനിൽ നിന്ന് നമ്മൾ ഒരു ആകെത്തുക എന്ന് പറയുന്നത്, കെയർ ഗിവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ നമ്മുടെ സപ്പോർട്ട് ആവശ്യമുള്ള, കണ്ടിന്യൂ ചെയ്യാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം അവരെ മനസ്സിലാക്കുക, അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള നീഡ് മനസ്സിലാക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇനി നിങ്ങളാണ് ഒരു കെയർ ഗീവർ എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, സഹായം ആവശ്യമാണെങ്കിൽ എങ്ങനെ സഹായം നിങ്ങൾക്ക് ചോദിക്കാം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തു. ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മുടെ ഈ ഒരു സെഷൻ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോവാം. അപ്പം എല്ലാവരും അഭിപ്രായം പറയാം, അതുപോലെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നും കൂടി പറഞ്ഞാൽ നന്നായിരിക്കും ഇന്നത്തെ സെഷനിൽ. താങ്ക് യു സോ മച്ച് ലോയിസ് മാം. ഇന്നത്തെ വളരെ മനോഹരമായ ഒരു സെഷൻ തന്നെയായിരുന്നു. ഈ ഒരു സെഷൻ കേട്ടപ്പോൾ ഒന്നുകിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ ഓർമ്മിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഈ ഫ്ലോർ നിങ്ങൾക്കായിട്ട് ഒഴിഞ്ഞു തരുന്നു. ഫീഡ്ബാക്കിലേക്ക് പോവാം. ഹായ് ലോയിസ് മാം. ഹായ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഒരുപാട് കെയർ ഗീവേഴ്സ് നമ്മുടെ എന്താ പറയാ ലോകത്ത് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ നമസ്കാരം. പിന്നെ ഒരു കാര്യം എന്താ പറയുക, ചില കെയർ ഗീവേഴ്സിന് അവര് ചെയ്താലേ ശരിയാവുള്ളൂ എന്നുണ്ടാവും. എന്നാൽ അവർക്ക് ജോലി ഭാരം കൊണ്ട് ചിലപ്പോ ആകെ എന്താ പറയാ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാ? മാം, ഇപ്പോ നമ്മളൊരു ഫസ്റ്റ് പോയിന്റില് ബി മോഡസ്റ്റ് എന്നൊരു പോയിന്റ് പറഞ്ഞില്ലേ, അതായത് എളിമ എന്നൊരു പോയിന്റ് പറഞ്ഞല്ലോ. അപ്പൊ ആ പോയിന്റിൽ തന്നെയാണ് മാം പറഞ്ഞ ഈ സെയിം പോയിന്റ് വരുന്നത്. അപ്പം ചില കാര്യങ്ങൾ നമുക്കുള്ളുകൊണ്ട് നമ്മൾ ചെയ്താലേ ശരിയാവൂ എന്നുണ്ടാവായിരിക്കും. അത് ശരിക്കും നമ്മളുടെ തന്നെ തോന്നലാണോ, അതോ ശരിക്കും അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു രാജലക്ഷ്മി മാം. ഹലോ. ഹായ് അംബിക മാം. ലൂയിസ്, നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. കെയർ ഗീവേഴ്സിന് സപ്പോർട്ടിനെ കുറിച്ചിട്ട് നല്ലൊരു സെഷൻ ആയിരുന്നു.
അപ്പൊ ഇതിന്റെ അകത്ത് എനിക്ക് തോന്നിയത് വെച്ചാൽ പിന്നെ പറഞ്ഞത് വളരെ ശരിയാണ്. അത് ലോകം മുഴുവൻ നമ്മുടെ കേരളത്തിലെടുത്ത, എസ്പെഷ്യലി കേരളത്തിലെടുത്ത, ഇന്ത്യയിലെ മൊത്തം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ ലേഡീസ് ആണ് ഇത് സഫർ ചെയ്യുന്നത്. വളരെയധികം ബേൺ ഔട്ട് ആവുന്നതും ഒക്കെ ലേഡീസ് ആണ്. അതൊരു നല്ല പോയിന്റ് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ ഇൻഫോർമൽ ആയിട്ട് കെയർ ഗിവേഴ്സ് എന്നുള്ള ആ ജോലി എടുക്കാത്തവര് ആരും തന്നെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലേഡീസിൽ എസ്പെഷ്യലി ആരും ഉണ്ടാകില്ല. അപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ, അവർക്ക് ഹസ്ബൻഡ് ചേട്ടന് വൈഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ അടുത്താണ് നിന്നിരുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി നമ്മളോട് ഒന്നും സഹകരിക്കില്ല, ഭയങ്കര അഗ്രസീവായിട്ടേ നിൽക്കുള്ളൂ. പുള്ളി പറയുന്നതാണ് ഇതെന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ഒരാള് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഡയബറ്റിക് ആയിരുന്നു, അപ്പൊ കാലൊക്കെ കുറച്ച് ഇൻഫെക്ഷനൊക്കെ വന്ന് അങ്ങനെ ഭയങ്കര ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പോലും നമ്മളോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് അത്രയ്ക്കും അതിനകത്ത് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ ഓർത്തുപോയി. അപ്പൊ അവരുടെ സഹകരണം ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് കെയർ ഗീവേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എളുപ്പമല്ല പേഷ്യൻസിനെ അങ്ങനെ നോക്കാന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ലൂയിസ് മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, എന്റെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സിനെ ടേക്ക് കെയർ ചെയ്തതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഒരാളെന്നെ നോക്കാതെ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നി. ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ബെഡ് റിഡൻ ആണ്, നമ്മൾ പാമ്പേഴ്സ് ഇട്ടാൽ ഇത് ഇട്ടുകൊടുത്താലൊന്നും ആളതില് യൂറിൻ പാസ് ചെയ്യൂലായിരുന്നു, പിടിച്ചു വെച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ചെയർ കാര്യങ്ങൾ, അതായത് യൂറിൻ കളക്ട് ചെയ്യുക, ആൾക്ക് എപ്പോ തോന്നുന്നോ അപ്പൊ അത് കളക്ട് ചെയ്ത് നമ്മൾ കളയാന്നുള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ആയിരിക്കുന്ന ആളുകൾ ത്രൂ ഔട്ട് ഒരു ഡേ ആൻഡ് നൈറ്റ് ഇല്ലാണ്ട് അവർക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ എന്റെ വീട്ടിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഉമ്മയും മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോൾ എന്റെ ഫാദറും ഞാനും കൂടി, അതായത് ആണുങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം, പൊക്കുക. അപ്പൊ അവൈലബിൾ ആയിരുന്നു നമുക്ക്. സ്ത്രീകൾ മാത്രമുള്ളൊരു സിറ്റുവേഷൻ എന്നല്ലാണ്ട് ഫിസിക്കലായിട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും അവൈലബിൾ ആയിരുന്നു. അപ്പൊ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ വേറൊരാള് അവിടെ വില്ലിങ് ആയിരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓരോരുത്തർ അവൈലബിലിറ്റി അനുസരിച്ച് വന്ന് നോക്കുക. അപ്പൊ ആർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാതെ, എന്നാ കിടക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്ന രീതിയിൽ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം എന്ന് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ കണ്ടു വളർന്നത് അതായതുകൊണ്ട് അതൊരു ഈസി ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബെഡ് റിഡൻ അല്ലാത്ത പറഞ്ഞ പല ഏരിയാസിലുള്ളവരുണ്ട്. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെയൊക്കെ ആ പാരന്റ്സ് തന്നെയാണ് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. അവർക്ക് വേറൊരാളെ ഏൽപ്പിക്കാനോ ഒന്നും പറ്റില്ല. അവർക്ക് ആ ത്രൂ ഔട്ട് ആ വീട്ടിലെ ജോലികൾ പ്ലസ് ഇവർക്ക് തെറാപ്പി കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴും ഈ പാരന്റിന് തന്നെ കൂടെ വരിക. അവർക്ക് വേറൊരു ലോകമില്ല, വേറൊരു എന്റർടൈൻമെന്റ് ഇല്ല, വേറൊരു ലൈഫ് ഇല്ല. അപ്പൊ അതൊക്കെ അതിനൊക്കെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റങ്ങൾ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്, ക്ലിനിക്കുകളിലൊക്കെ അത് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നിയിരിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വയസ്സായ ആളുകളെ നമ്മള് അവര് ടേക്ക് കെയർ ചെയ്യേണ്ട ആൾക്കാർ, പ്രൈമറി ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷേ അവര് ചിലപ്പം ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ സമ്മതിക്കില്ല, ഭയങ്കര അഡമന്റ് ആയിട്ടിരിക്കും. പക്ഷെ പുറത്തുനിന്നൊരാൾ വന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന വേഗം ചിലപ്പോൾ ചെറിയ കുട്ടികളെ പോലെ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകും. അപ്പൊ നമുക്ക് തോന്നും, യു ഇത്രയും വാശി പിടിച്ച ആളാണോ ഇതെന്ന് തോന്നും. അപ്പം നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ഏറ്റവും വേണ്ട ഒരു ഹെൽപ്പ് ആയിരിക്കും. അപ്പം അത് ചെറിയൊരു കാര്യമായിരിക്കും, എന്നാൽ പോലും നമ്മൾ അവൈലബിലിറ്റി ഒരു വലിയ പോയിന്റാണ്. ഞാൻ പറഞ്ഞത് ആഡ് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു റഷിദ മാം. നെക്സ്റ്റ്. ഹലോ, ഗുഡ് ഈവനിങ് മാം. ഹായ്, ഗുഡ് ഈവനിങ് ലീല മാം. കെയർ ഗീവറുടെ സ്ഥാനമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാന് ഈ സ്റ്റേജിൽ നമ്മളെ മാം പറഞ്ഞ ലേഡീസ് ആണ് ഇത് കൂടുതൽ അനുഭവിക്കുക, അതൊരു കറക്റ്റ് പോയിന്റ് തന്നെയാ. നമ്മൾ ലേഡീസ് ആയിട്ടുള്ള എല്ലാവരും ഇതിൽ കൂടെ കടന്നുപോയി കാണുമെന്ന മിക്കവാറും ഈ മനസ്സിന് കല്ലായിട്ടല്ലാത്ത മനുഷ്യഹൃദയമുള്ള എല്ലാ ലേഡീസും ഇതിൽ കൂടെ പോയി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഹസ്ബൻഡിന്റെ കേസിലായാലും ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ കേസിലായാലും നമ്മുടെ പേരൻസിന്റെ കേസിലായാലും
ഒക്കെ ഞാൻ MA പഠിക്കുന്ന സമയത്ത് എൻ്റെ മദറിനെ നട്ടെല്ല് സ്പ്ലിറ്റ് ആയി മെഡിക്കൽ കോളേജിൽ കയറി. എൻ്റെ ക്ലാസ്സും കളഞ്ഞു. ഞാൻ അവിടെ എൻ്റെ അമ്മയെ നോക്കാതെ എന്ത് ചെയ്യുന്നേ? ചെയ്തല്ലേ പറ്റൂ. പക്ഷെ കെട്ടിച്ചൊക്കെ വിട്ട് അതുപോലെ തന്നെ അന്നേരം അല്ലെ MA കംപ്ലീറ്റ് ചെയ്തിട്ടല്ലാതെ 10ാം ക്ലാസ് തൊട്ട് കെട്ടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സമ്മതിക്കാതെ MA വരെ പിടിച്ചു നിന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ നിർവാഹമില്ല. അമ്മയുടെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അമ്മ നിർബന്ധമായിട്ട് കെട്ടിച്ച് പറ്റുന്ന നിൽക്കുമ്പോൾ പറ്റുന്നില്ല. അങ്ങനെ പോയി. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. അവരുടെ സിറ്റുവേഷൻ ഒക്കെ മാറി, സാമ്പത്തികത്തിന് മാറ്റം വന്ന് ആങ്ങളമാരുടെ സാമ്പത്തികം എല്ലാം മെച്ചപ്പെട്ടു. പിന്നെ അവർക്ക് നല്ല കെയർ ഗീവേഴ്സിനെയൊക്കെ, ഇപ്പൊ ഇത് മോളല്ലേ, അവർക്ക് സെർവന്റിനെ 1 അല്ല 2 അല്ല 3 ആണെങ്കിലും നിർത്തി എല്ലാ അമ്മയെന്നൊക്കെ അപ്പൊ ഇത് നമ്മൾ ചെയ്തതെല്ലാം അവർ മറന്നേ പോയി. അവർക്ക് ഓർമ്മയില്ല. ഞാനതിപ്പോ ഫീൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നമ്മളെ പിന്നെ അവർ പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ കെട്ടിച്ച വീട്ടിൽ ചെന്നാല് ഹസ്ബൻഡിന്റെ ഫാദറിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യം ഞാൻ ഹസ്ബൻഡിനെ വരുത്തി, ഹസ്ബൻഡ് കുവൈറ്റിൽ ജോലി ചെയ്ത് വന്ന് കാശിനായാലും ആയാലും എന്റെ പഠിത്തവും ജോലിയും എല്ലാം കളഞ്ഞു. നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്തു. ഇവര് അവിടെ ഒക്കെ കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് ഇവർ ഓർക്കുന്നില്ല. ഓർക്കുക പോലും ചെയ്യുന്നില്ല. സംസാരം ഇടയിൽ കേൾക്കുന്ന ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞ ആളാ. ഇതിനു വേണ്ടിയും നമ്മള് നിന്നു. എല്ലാം അവിടെ ആ ടൈമിലേ ഉള്ളൂ. അത് കഴിയുമ്പോ അവരതൊക്കെ അങ്ങ് മറക്കും. പിന്നെ ദൈവം മറക്കത്തില്ലെന്നൊരു ആശ്വാസം ഉള്ളത്. ഫീൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അതൊരു നല്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർക്ക് ഇച്ചിരി ഒരു പരിഗണന. ഈ ഒരു കെയർ ഗിവർ എന്ന് പറഞ്ഞ് ചുമ്മാതങ്ങ് തള്ളിക്കണം. ഒരു അമ്മയായാൽ പോലും ഒരു കുട്ടി ഒരു സ്പെഷ്യൽ കെയർ വേണ്ട, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആവശ്യമുള്ള ഒരു പരിചരിക്കേണ്ട ഒരു കുട്ടിക്ക് അമ്മ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അവർക്കും വേണ്ട പിന്തുണയും അവർക്ക് വേണ്ട വിശ്രമവും അവർക്ക് വേണ്ട ഹെൽപ്പും ഒക്കെ നമ്മളിൽ നിന്ന് ആവശ്യമാണ്. അതുപോലെ മക്കളായാലും മാതാപിതാക്കൾക്കായാലും അങ്ങനെ ചെയ്യുമ്പം ആ മക്കൾക്ക് വേണ്ട പിന്തുണ കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ട വിശ്രമം കൊടുക്കേണ്ടതൊക്കെ ആവശ്യമാണ്. ഇനി ഒരു കെയർ ഗീവർ, ഒരു സപ്പോർട്ടർ, ഒരു സെർവന്റാ വന്നെങ്കിൽ അവർക്കും അത് കൊടുക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. അവർക്ക് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങള്, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ക്ഷീണങ്ങള്, അതുപോലെ ഉത്കണ്ഠ, ഏകാന്തത, മാനസികമായിട്ടുള്ള തളർച്ചയൊക്കെ ഇതുമൂലം അവർക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ നമ്മൾ അവരുടെ ഫീലിങ്സ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാ. ആ കുറ്റത്തോടുകൂടെ നിൽക്കുന്ന ഒരു സമൂഹവും കാണും. പക്ഷെ ഇവർ ചെയ്തതിനെ പറ്റിയൊന്നും ആരും പറയുന്നില്ല. അവർക്ക് അവരെ അനുഭവിക്കുന്ന ആ വൈകാരിക പ്രശ്നങ്ങളായാലും സാമൂഹിക പ്രശ്നങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും അവർക്ക് വേണ്ട വിശ്രമവും അല്ലെങ്കിൽ സ്നേഹപൂർവമായ ഒരു പിന്തുണയും ഒരു പ്രോത്സാഹനവും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കാന്, അവരോട് സംസാരിക്കാൻ ഒരാൾ, അവരോട് സംസാരിക്കാൻ ആരും കാണത്തില്ല, അവരോട് സംസാരിക്കാൻ ഒരാള്. ഇങ്ങനെയൊക്കെ കൂടെ നമ്മുടെ സമൂഹം ഒന്ന് മാറണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. താങ്ക് യു. വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് ശരിക്കും. ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് മാം ഇവിടെ നമുക്ക് വേണ്ടി പറഞ്ഞത്. വളരെ സത്യം തന്നെയായിരുന്നു. താങ്ക് യു ജോളി മാം. മാം എടുത്ത നല്ലൊരു പോയിന്റ് ആണ്. അതുകൊണ്ട് എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതെ, പല വീടുകളിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് പല സ്ഥലങ്ങളിലും കെയർ ഗിവേഴ്സ് അവര് സഫർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് മാം പറഞ്ഞത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും? ഹായ് മാം. ഹായ്. പിന്നെ ഇപ്പോ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ് നമ്മളൊരു സ്പെഷ്യലായ കുട്ടിയുടെ ഉമ്മയാണ്, പേരന്റ് ആണ്. അപ്പോ നമ്മള് പൊതുവെ നമ്മള് പറയുന്ന പോലെ നമുക്കൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് കിട്ടേണ്ടത് ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു കുട്ടിയുടെ ഉമ്മയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടിയുടെ പേരന്റ് ആണ് എന്ന ആ ഒരു ആളുകളുടെ ആ ഒരു സമ്മർദ്ദം ഉണ്ടാവുമല്ലോ, അതാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫാമിലിയിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും എല്ലാം. പക്ഷെ ഞാൻ എന്താ ഉദ്ദേശിച്ചാല്, നമുക്ക് ദൈവം തന്നതാണല്ലോ. അപ്പം ദൈവത്തിന്റെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചു. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഓക്കെയാണ്, അത് ദൈവം തരും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ കുറെ ആളുകൾ പറഞ്ഞു, ശരിയാണ്, പുറത്തിറങ്ങുമ്പോൾ കുറെ അനുഭവിച്ചതാണ്. പക്ഷെ അതൊക്കെ ഫസ്റ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്റെ മനസ്സ് കല്ല് പോലെയായി. കാരണം എല്ലാവരും പറഞ്ഞാലും അവരങ്ങ് പറയും, അതങ്ങ് പോവും. നമ്മളാണല്ലോ നോക്കുന്നത്. ഞാൻ എന്റെ മോന്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഹാപ്പിയാണ്. കാരണം ആ ഒരു സ്പെഷ്യലായ നിങ്ങളെല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞതാണ്. ഞാന് എന്റെ മകന്റെ അടുത്ത് എത്തുമ്പോൾ ഹാപ്പിയാണ്. ആരെന്ത് പറഞ്ഞാലും, അതായത് സമൂഹം എന്ത് പറഞ്ഞാലും നമ്മളുടെ മക്കളുടെ അടുത്ത് ഹാപ്പി ആയിരിക്കും. അതാണ് എന്റെ അടുത്ത് പറയാനുള്ളത്. താങ്ക് യു റക്ഷിത മാം.
റഷിത മാം പറഞ്ഞ ഈ ഒരു അവസരത്തിൽ ഞാനും ഒന്ന് ആഡ് ഓൺ ചെയ്യാണ്. എൻ്റെ അമ്മയുടെ ഏടത്തിക്ക് 2 മക്കളാണ് ഇങ്ങനെയുള്ളത്. ആദ്യത്തെ മോനും പറ്റ കിടന്ന അവസ്ഥയിൽ തന്നെ, രണ്ടാമത്തത് അതുപോലെ പിന്നീട് 2 കുട്ടികൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത് വേറൊരു ചേച്ചി, അവരും അങ്ങനെ തന്നെ. അപ്പോൾ ഇവർക്കിപ്പോ ഏജ് എന്ന് പറയുന്നത്, ചേച്ചിക്ക് ഇപ്പൊ 60 years ആയി. പിന്നെ ഏട്ടന് കഴിഞ്ഞൊരു 5 വർഷം മുൻപാണ് മരിക്കുന്നത്. 45 ഏജ് വരെ ഈ വല്യമ്മ നോക്കിയതാണ്. 2 പേരാ. പക്ഷെ വല്യമ്മ ഞാൻ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കിയത്, ഞങ്ങൾ കാണുന്ന വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. 2 പേർക്കും വേണ്ടി ജീവിച്ചതാണ്. 2 പേരെയും വളരെ സന്തോഷത്തോടു കൂടി നോക്കുക. നമ്മൾ വിചാരിക്കും ഈ കിടക്കുന്ന ആളുകളോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് ചിന്തിക്കും. പക്ഷെ വല്യമ്മ അത് വലിയൊരാളോട് സംസാരിക്കുന്നത് പോലെ, ആ മകൻ മരിച്ചിട്ട് വല്യമ്മയുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് തന്നെ എല്ലാവരും പറഞ്ഞു ഒരാൾ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, അങ്ങനെയല്ല, ഒരു അത്രയ്ക്കുള്ള ഒരു അവസ്ഥയാണല്ലോ. കാരണം പ്രായമാകും തോറും വല്യമ്മയ്ക്ക് എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ പ്രയാസം വരികയാണ്. പക്ഷെ എന്നിരുന്നാലും വല്യമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വല്യമ്മ എപ്പോഴും ചെറുപ്പത്തിൽ ഞാൻ എന്നോട് തന്നെ ഒരിക്കൽ കുട്ടിയായപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ ഇങ്ങനെ 2 മക്കളെ എനിക്ക് ദൈവം തന്നത് എന്നിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. ഞാൻ ഇവർ 2 പേരെയും നല്ലതുപോലെ നോക്കുന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഇത്തരം 2 മക്കളെ എനിക്ക് തന്നത് എന്നുള്ള ഒരു എന്താണ് ആ ഒരു വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുള്ള ഒരു നോക്കലാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഒരു വിവാഹത്തിനും പല വിവാഹങ്ങളിലും വല്യമ്മ പങ്കെടുക്കാറേ ഇല്ല. ഒരാൾ അവിടെ നിന്നാൽ മാത്രമേ വല്യമ്മ ഒന്ന് പോയി തിരിച്ചു പോരുക. അങ്ങനെയുള്ള അത്ര പോലും ഇതിനൊക്കെ സഹിച്ചു ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി മാറ്റി വെക്കുന്ന, പല സന്തോഷങ്ങളും സ്വന്തം സന്തോഷങ്ങളും മാറ്റി വെക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. എല്ലാവർക്കും ഓർമ്മിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് പോയിന്റ്സ് ആണ് നമുക്ക് ലോയിസ് മാം ഇന്നത്തെ സെഷനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലുള്ള കെയർ ഗിവേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ കാണുമ്പോൾ, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ള ഒരു ചോദ്യമാവാം അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നുകൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഒരു രോഗികളെ അല്ലെ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ നമ്മൾ ആ രോഗവിവരവും അവരെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു പോരും. അതുപോലെ തന്നെ നേരത്തെ ജോളി മാം പറഞ്ഞതുപോലെ റൂറൽ ഏരിയാസിലൊക്കെ പ്രത്യേകം അവിടെ പോയിട്ട് നോക്കുക, അവിടെ നീറ്റുണ്ടോ, അവരെന്തെങ്ങനെ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാറുള്ളത്. അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരത്രയും ഭംഗിയായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതോടൊപ്പം തന്നെ അവരൊന്ന് കൂട്ടിപ്പിടിച്ച വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എന്തൊക്കെയാണ്, അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമായിരിക്കും അവർ ആഗ്രഹിക്കുന്നതും കൂടെ നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സെഷൻ വളരെ വാല്യുബിൾ ആണ്, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു നല്ലൊരു സെഷനാണ്. എല്ലാവരിലേക്കും ഈ ഒരു സെഷൻ എത്തേണ്ടത് തന്നെയാണെന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സെഷൻ നമുക്ക് വേണ്ടി നൽകിയ സ്പീക്കർ ലോയിസ് മാമിന് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷനിൽ വളരെ ആക്റ്റീവായിട്ട് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും അതുപോലുള്ള ചുറ്റുപാടുള്ള കാര്യങ്ങളും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നിന്ന പാർട്ടിസിപ്പൻസിനും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ട്രാൻസ്പെറന്റ് ടി ടോക്സ് പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you. Good night.